കഠിനാധ്വാനം കൊണ്ട് സ്വന്തം ജീവിതം പടുത്തുയർത്തിയ വ്യക്തിയാണ് വകയിൽ മുഹമ്മദ്. കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അറിവുണ്ട്. ഏത് വിളയായാലും അത് എങ്ങനെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കാം എന്ന കാര്യത്തിൽ മുഹമ്മദിന് പ്രത്യേക വൈഭവമുണ്ട്. കൃഷിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന തട്ടകം. കൃഷിക്ക് പുറമെ ഏത് കഠിനമായ കൂലിപ്പണികളും ഏറ്റെടുത്ത് നടത്താൻ അദ്ദേഹം സന്നദ്ധനാണ്. അധ്വാനിക്കാനുള്ള മടിയോ വൈമുഖ്യമോ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന മുഹമ്മദ് തന്റെ വിയർപ്പിലൂടെ മറ്റുള്ളവർക്ക് ആഹാരമെത്തിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നു. നാടിന്റെ പച്ചപ്പും നന്മയും കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിക്കുന്നു. അഞ്ച് മക്കളടങ്ങുന്നതായിരുന്നു മുഹമ്മദിന്റെ ലോകം. മൂത്ത മകൻ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. ആ പിതാവിന്റെ ജീവിതത്തിലെ തീരാവേദനയാണെങ്കിലും തന്റെ 4 പെൺമക്കൾക്ക് വേണ്ടി അദ്ദേഹം ആയുസ് മുഴുവൻ വിയർപ്പൊഴുക്കി. അവർക്ക് നല്ലൊരു ഭാവി ഒരുക്കാനായി വെയിലും മഴയും വകവയ്ക്കാതെ അദ്ദേഹം ജോലി ചെയ്തു. മുഹമ്മദിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും തണലായി കൂടെയുള്ളത് പത്നി ഖദീജയാണ്. വീട്ടുകാര്യങ്ങളിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ തൊഴിലിടങ്ങളിലും സഹായവുമായി ഖദീജ ഒപ്പമുണ്ട്. മുഹമ്മദിന്റെ ഓരോ ചുവടിലും കരുത്തായി തളരാതെ നിൽക്കുന്ന ഖദീജ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കൃഷിയിലെ കീടബാധകളും രോഗങ്ങളും തടയുന്നതിനെക്കുറിച്ച് മുഹമ്മദ് പറയുന്നു. പിന്നെ ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടാ പറയുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഇടണോ? പണ്ടത്തെ കാലത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഹമ്മദ് നൽകിയ മറുപടി ഇതൊക്കെ ഇട്ടിട്ട് ഖദീജുമ്മ തന്റെ പഴയ ഓർമ്മകളും കഥകളും ഞങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു. വകയിൽ മുഹമ്മദിന്റെ ജീവിതം വെറുമൊരു കർഷകന്റെയോ തൊഴിലാളിയുടെയോ കഥയല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു മനുഷ്യന്റെ പോരാട്ട വീര്യമാണ്. പ്രിയപ്പെട്ട മകൻ പാതിവഴിയിൽ വേർപിരിഞ്ഞു പോയപ്പോഴും തന്റെ 4 പെൺമക്കൾക്ക് തണലാകാൻ അദ്ദേഹം കരുത്ത് സംഭരിച്ചു. ഈ യാത്രയിൽ പത്നി ഖദീജ നൽകുന്ന പിന്തുണ ഏതൊരു കുടുംബത്തിനും മാതൃകയാണ്. മണ്ണറിഞ്ഞ് അധ്വാനിക്കുന്ന മുഹമ്മദിനെ പോലെയുള്ള മനുഷ്യരാണ് ഈ നാടിന്റെ യഥാർത്ഥ കരുത്ത്. ലാളിത്യം, കുടുംബത്തോടുള്ള സ്നേഹം, തളരാത്ത അധ്വാനം ഇവയാണ് വാകയിൽ മുഹമ്മദ് എന്ന മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. തന്റെ വിയർപ്പിലൂടെ സ്വന്തം കുടുംബത്തിനും നാടിനും തണലേകുന്ന അദ്ദേഹത്തിന്റെ ജീവിതം വരും തലമുറയ്ക്കും ഒരു വലിയ പാഠമാണ്.